ഹൈഡ്രാ ഫേഷ്യൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പല ബ്യൂട്ടി പാർലറുകളിലും ഇതേപോലുള്ള ഹൈഡ്രാ ഫേഷ്യൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പേഷ്യൻസിനും അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഡോക്ടറെ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണോ, ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്നത് ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങൾ ഹൈഡ്രാ ഫേഷ്യൽ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് വന്നിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് വേണം കഴിവതും ചെയ്യാൻ വേണ്ടി. കാരണം ഡോക്ടേഴ്സിന് മാത്രമായിരിക്കും കറക്റ്റായിട്ട് സ്കിന്നിൻ്റെ എന്തൊക്കെ ലെയേഴ്സിലാണ് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ഹൈഡ്രാ ഫേഷ്യൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. മെയിൻലി വന്നിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നു, സ്കിന്നിനെ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നു, സ്കിന്നിന് വേണ്ടാത്തതായിട്ടുള്ള ഡെബ്രീസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. മെയിനായിട്ട് വന്നിട്ട് ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ ഉപയോഗിച്ചാണ്. ഇവിടെ വന്നിട്ട് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും റിമൂവ് ചെയ്യുകയും സ്കിന്നിനെ കൂടുതൽ നറിഷ് ചെയ്യുകയും സ്കിന്നിനെ വന്നിട്ട് കൂടുതൽ മോയ്സ്ചറൈസ് ചെയ്തിട്ട് സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. ഹൈഡ്രാ ഫേഷ്യൽ വന്നിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് പയ്യെ കാണാൻ സാധിക്കുന്നതാണ്. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് പേഷ്യൻ്റ് കെയർ ചെയ്യേണ്ടത് അവർ സൺസ്ക്രീൻ കമ്പൽസറി ആയിട്ട് ഉപയോഗിച്ചിരിക്കണം. കാരണം പിന്നെ നിങ്ങൾ സൺ എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഈ സ്കിന്നിൽ ഉണ്ടായിരിക്കുന്ന പുതിയ കൊളാജനെ വന്നിട്ട് അത് അഫക്റ്റ് ചെയ്യുവാനും സ്കിൻ പിന്നെയും പഴയതുപോലെ ഡാർക്ക് അല്ലെങ്കിൽ പിന്നെയും ഒരുപാട് സ്കിൻ ഡാമേജ് ഉണ്ടാവാനും ചാൻസുകൾ കൂടുതലാണ്.